നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി 9 മാസമാണ് അവശേഷിക്കുന്നത്. അവസാന റൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വീണ്ടും ഒരു ട്രംപ് വേഴ്സസ് ബൈഡൻ പോര് ഇത്തവണ ഉണ്ടാകും എന്നതിന്റെ സാധ്യതയും ഏറി വരികയാണ്. റിപ്പബ്ലിക്കൻ പക്ഷത്ത് സ്ഥാനാർത്ഥി പരിഗണനയിൽ ട്രംപ് നിലവിൽ ബഹുദൂരം മുന്നിലുമാണ്. ഓരോ ദിവസത്തെയും ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങൾ പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തുകയാണ്. സഖ്യസേനയ്ക്കായി പണം നൽകാത്ത നേറ്റോ അംഗരാജ്യങ്ങളെ റഷ്യ ആക്രമിച്ചാൽ അതിനെ അമേരിക്ക പിന്തുണയ്ക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പൊട്ടിച്ച വെടി. ഈ പരാമർശത്തെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായാൽ നേറ്റോ സഖ്യത്തിന്റെ നിലനിൽപ്പ് തുലാസിലാകുമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ട്രംപിന്റെ മനസ്സിലെന്ത്? ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റാൻലി ജോർജ്, മാധ്യമപ്രവർത്തകൻ വർഗീസ് കോറസൻ, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയും സിനിമാ നിർമ്മാതാവും നിക്ഷേപകനുമായ ടോം ജോർജ് കോലത്ത് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം മാധ്യമപ്രവർത്തകൻ ശ്രീ വർഗീസ് കോറസനിലേക്ക് പോകുന്നു. ഈ നേറ്റോ ഡിഫൻസ് ഫണ്ടിങ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപ് ഇതാദ്യമായിട്ടല്ല ഒരു നിലപാട് പറയുന്നത്. പക്ഷേ മുൻപ് 2017 പ്രസിഡന്റായിരുന്ന സമയത്ത് ഒരു പ്രഷർ പൊളിറ്റിക്സ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറി. അത് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ട്രംപ് പറയുന്നു. റഷ്യയെ പിന്തുണയ്ക്കുന്നത് പോലെ എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയത്. ഇത് പറയുന്നത് ഒരു മുൻ പ്രസിഡന്റ് മാത്രമല്ല, വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റാകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. ട്രംപ് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കടുത്ത രീതിയിൽ പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. കാരണം ട്രംപ് എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യത്തും ഇലക്ഷന് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഒട്ടും വേറെയല്ല. ഒരു മാക്സിമം മീഡിയ എക്സ്പോഷർ എടുക്കുക, അതിനെ എക്സ്പ്ലോയിറ്റിംഗ് ദി സിറ്റുവേഷൻ, ഒരു പെർസുവേഷൻ ടെക്നിക്കാണ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ട്രംപിന് വോട്ട് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ട്രംപിന്റെ ഈ കഴിഞ്ഞ 4 വർഷത്തെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 4 വർഷത്തെ അദ്ദേഹം എടുത്ത നിലപാടുകളും അദ്ദേഹം അഡ്മിനിസ്ട്രേഷന് കാണിച്ചു വെച്ച വികൃതിയായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ട്രംപിന് വോട്ട് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ട്രംപിനൊരു ഇലക്ട്രൽ വോട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്. അവരെ യൂസ് ചെയ്യുന്ന പെർസുവേഷൻ ടെക്നിക്കാണ്. പുള്ളി ഒരു സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ചില തന്ത്രങ്ങളാണ് ട്രംപ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന്, ഒരു സ്ട്രാറ്റജി വിതൗട്ട് കൺസിഡറിങ് എനി കോൺസിക്വൻസസ്. ഇതിന്റെ ഈ നാറ്റോയുടെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ട്രംപ് ചിന്തിക്കാതെ തന്നെ എടുത്തു ചാടുന്ന ഒരു പ്രകൃതം. അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതാണ്. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. കാരണം I am standing for America. If they are not, the other parties are not putting their money in, I am not supporting them or protecting them. ഇതിനകത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. ഏർണിംഗ് ട്രസ്റ്റ് ഓഫ് ദി അമേരിക്കൻ പോപ്പുലേഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഈ ഒരു മുൻപ് ഇതുപോലൊരു പ്രസംഗം നടത്തിയപ്പോൾ മറ്റുള്ള അംഗങ്ങളെല്ലാം പൈസ അങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം ഇതുവരെ കൊടുക്കുന്നില്ല. ഇത് മുഴുവൻ അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ കയ്യിൽ നിന്നും പോകുന്ന പണമാണ്. യൂറോപ്പിനെ ശക്തമാക്കി നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ പ്രഖ്യാപിത നയമാണെങ്കിൽ കൂടി ഇത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം അല്ല എന്നുള്ള അമേരിക്കൻ പോപ്പുലേഷനെ സ്ട്രെയിറ്റ് ഉദ്ദേശിച്ചാണ് അദ്ദേഹം. അല്ല ശ്രീ വർഗീസ്, നമുക്ക് അതങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ഈ 2014 വെയിൽസ് ഉടമ്പടി പ്രകാരം ഉണ്ടായ തീരുമാനപ്രകാരം ഏതാണ്ട് മൊത്തം GDP-യുടെ ഒരു 2% എല്ലാ രാജ്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരു തീരുമാനം 2024 നടപ്പാക്കുക, അതായിരുന്നു തീരുമാനം. 2017 ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി ഈ പറയുന്ന പോലെ ഒരു പ്രഷർ പൊളിറ്റിക്സ് കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും ഈ 2023 ആകുമ്പോഴത്തേക്കും ആകെയുള്ള 31 രാജ്യങ്ങളിൽ 11 രാജ്യങ്ങൾ മാത്രമാണ് അതൊന്ന് 2% എന്ന് പറയുന്ന കോൺട്രിബ്യൂഷനിലേക്ക് ഒന്ന് ടച്ച് ചെയ്തെങ്കിലും ബാക്കിയുള്ള 20 പേരും ഇപ്പോഴും 2% താഴെ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അദ്ദേഹം അന്ന് നടത്തിയ ആ ശ്രമങ്ങൾ അത് പൂർണ്ണമായും ഫലം കണ്ടു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ.
അത് ഫലം കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കാരണം അവർ മൊത്തത്തിലെ വേൾഡിന്റെ മാപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാറ്റോ എന്നുള്ള ഒരു 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 ഷീൽഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് യൂറോപ്പിനെ അമേരിക്കൻ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാമെന്നുള്ളൊരു ധാരണ ഇപ്പം മാറി വരികയാണ്. അപ്പം അത് വളരെ ഒരു പുവർ സ്ട്രാറ്റജിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഉയർത്തുന്ന ഈ വെല്ലുവിളി ലോക ബാലൻസിങ്ങിന് തന്നെ ഒരു അപകടമായിട്ട് തന്നെ വരുവാണ്. ഇതിനകത്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ US കോൺഗ്രസില് യുക്രൈനും ഇസ്രയേലിനുമുള്ള ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ യൂറോപ്പിൽ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പൊ അത് അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെന്റും ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ്. അപ്പം യൂറോപ്പിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ അമേരിക്കയുടെ എക്കോണമിയെ മുഴുവൻ തകർക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും അപ്പൊ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ആണ്, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു സ്ട്രാറ്റജിക്കലി. അതുകൊണ്ട് മറ്റുള്ളവർ പൈസ കൊടുത്തില്ലെങ്കിലും നാറ്റോയെ ശക്തമായിട്ട് നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റ്. അതാണ് ട്രംപ് ഇവിടെ പൊളിക്കാനായിട്ട് നോക്കുന്നത്. ആഭ്യന്തര വോട്ട് ലഭിക്കാനായിട്ട് മാത്രമുള്ള ഒരു സ്ട്രാറ്റജിക്കൽ കോൺസിക്വൻസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. പർപ്പസ്ഫുൾ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സ്റ്റാൻലി ജോർജ്, താങ്കൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണല്ലോ. ഇതാ നോക്കുക, എന്ത് സ്ട്രാറ്റജിയാണ്, ഏത് രീതിയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത്? നോക്കുക, എന്താണ് ഇവിടെ ഇപ്പോൾ റഷ്യയുടെ നേർക്ക്, അല്ലെങ്കിൽ റഷ്യ ആക്രമിച്ചാൽ, ഈ അംഗരാജ്യങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ, അതായത് ഈ ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന അംഗരാജ്യങ്ങളെ ആക്രമിച്ചാൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അമേരിക്കയാണ്. അതായത് ഒരു മേജർ കോൺട്രിബ്യൂഷൻ നൽകുന്ന, നേറ്റോയിലെ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു രാജ്യം അത് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭീഷണിയാണ്. ആ സ്വരത്തിനൊരു ഭീഷണിയുണ്ട്, ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? തീർച്ചയായിട്ടും തെറ്റാണ്. ഇത് വാസ്തവത്തിൽ ഒരു സ്വകാര്യ സംഭാഷണമാണ്. ട്രംപ് നടത്തിയ നേറ്റോയിലെ ഒരു വലിയ രാജ്യത്തിന്റെ, സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റുമായിട്ട് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നു നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണമാണിത്. പക്ഷെ അത് പറഞ്ഞത് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലാണ്. ഈ 2% എന്നുള്ള വിഹിതം, അതെ, ഇത് പഴയ ഒരു സംഭവം അദ്ദേഹം ഒരു റാലിയിൽ ഓർപ്പിച്ചതാണ്. അപ്പൊ അത് ആ സമയത്ത് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ 2% വീതം എന്നുള്ളത് പല രാജ്യങ്ങളും കൊടുക്കാതെ അമേരിക്കയെ തണലിൽ രാഷ്ട്രീയ മുതലെടുപ്പും, അതായത് ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റത്തിലൊക്കെ വളരെയധികം ആ രാജ്യങ്ങൾ കുതിച്ചു കയറുന്ന ഒരു സമയത്ത് ട്രംപ് ഇത് സംസാരിക്കുന്നത്. കാരണം ആ സമയത്ത് വളരെ ശക്തമായി ട്രംപ് ആവശ്യപ്പെട്ടു. ഉദാഹരണമായിട്ട് അമേരിക്കയുടെ GDP എന്ന് പറയുന്ന 26 ട്രില്യനാണ് അല്ലെ. അപ്പോ എന്നാൽ അമേരിക്കയുടെ ദേശീയ കടം 34 ട്രില്യനാണ് ഇപ്പോൾ. എന്നാൽ അമേരിക്കയുടെ GDPയുടെ അത്രയും തന്നെ DGP ആണ് ഈ 30 രാജ്യങ്ങൾ ചേരുന്ന അപ്പൊ GDP എന്ന് പറയുന്നത്. അപ്പൊ ട്രംപ് നോക്കുന്ന ഇതാണ്, 2%. അമേരിക്ക 200 ബില്യൺ ആണ് ഒരു വർഷം ഈ നേറ്റോ ബഡ്ജറ്റിന് വേണ്ടി ചെലവാക്കുന്നത്. അതേസമയം 30 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് 25 ബില്യനേ ഉള്ളൂ. ഇവിടാണ് ട്രംപിന്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരു മണ്ടൻ ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അത് ആരാന്ന് എനിക്കറിയില്ല, ഏത് മണ്ടൻ പ്രസിഡന്റാണ് ചോദിച്ചെന്നുള്ള കാര്യം ഇന്നും ഒരു വെളിപ്പെടുത്തിയിട്ടില്ല ട്രംപ്. ഒരു മണ്ടൻ ചോദ്യത്തിനുള്ള ഒരു കുസൃതി മറുപടിയാണ് ട്രംപ് നൽകിയത്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അല്ല, പക്ഷെ അത് ആയിക്കോട്ടെ, ഒരു തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും അക്കാര്യം പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു വളരെ വളരെ നിർണായകമായ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ, ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ ട്രംപ് ഇത് പറയുകയാണ്, ഇങ്ങനെ ഒരു മറുപടി ഞാൻ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി എന്താണ്, ഒരുപക്ഷെ പുതിയ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ട്രംപ് വരികയാണെങ്കിൽ അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഇതുപോലെയാകുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളും ആശങ്കകളൊക്കെ ഉണ്ട്. 75 വർഷമായിട്ട് അമേരിക്ക സംരക്ഷിക്കുന്ന ഒരു സഖ്യമാണ് നേറ്റോ സഖ്യം. ആ രാജ്യങ്ങളുടെ സംരക്ഷണം അമേരിക്കയാണ് എല്ലാ കാലത്തും നിറവേറ്റിയിട്ടുള്ളത് അല്ലെ. ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണ് ഇവിടെ നേറ്റോ സഖ്യത്തിൽ? ആ രാജ്യങ്ങളാണ്, അമേരിക്ക അല്ല. റഷ്യ ആക്രമിച്ചാൽ ആദ്യം ആക്രമിക്കുന്ന അവരാണ്. അമേരിക്കയിലേക്ക് കടന്നു വരാൻ റഷ്യക്ക് ഒരു മഹാസമുദ്രം കടക്കേണ്ടി വരും അല്ലെ. അപ്പൊ അമേരിക്ക 200 ബില്യൺ ചെലവഴിക്കുന്നതും അവർ 25 ബില്യൺ ചെലവഴിക്കുന്നതും ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് നേറ്റോ ആണ്. അപ്പൊ അമേരിക്ക ഏറ്റവും സുദൃഢമായിട്ടുള്ള ശക്തമായിട്ടുള്ള നേറ്റോ സഖ്യത്തെ ഒരിക്കലും തള്ളി പറയില്ല. ട്രംപ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയോ പാർട്ടിക്കാരായ ഏത് പ്രസിഡന്റുമാരും ഏറ്റവും കൂടുതൽ ടോം ജോർജ് കോലത്ത് താങ്കൾ കൂടി ഉണ്ടല്ലോ ഡിസ്കഷനിൽ. ശ്രീ ടോം, അതായത് നിലവിൽ നോക്കുക, ഈ യുക്രൈനിൽ നടക്കുന്ന യുദ്ധം, യുക്രൈൻ റഷ്യ വോർ, 1.5 വർഷമായി നീണ്ടു നിൽക്കുന്ന ആ യുദ്ധം, അത് യൂറോപ്പിലാകമാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭീതി അത് നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന നേറ്റോ ഉണ്ട്, UN ഉണ്ട്, അമേരിക്ക ഒറ്റയ്ക്കുണ്ട്. ഇതെല്ലാം ഇടപെട്ടിട്ടും ആ യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ, പൂർണ്ണമായി ഒരു അറുതി വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉടലെടുത്തിരിക്കുന്ന ഒരു ഭീതി അത് അതുപോലെ തുടരുന്നുമുണ്ട്. അപ്പോഴാണ്
അമേരിക്കൻ പ്രസിഡന്റാവാൻ ഏറെ സാധ്യതയുള്ള ഒരാൾ ഈ രീതിയിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ വന്ന് പറയുന്നത് ഇനിയിപ്പോൾ പൈസയൊന്നും തരുന്നില്ല എങ്കിൽ, അതായത് സഖ്യസേനയ്ക്ക് വേണ്ടി ഒരു പൈസയൊന്നും തരുന്നില്ല എങ്കിൽ, കുടിശ്ശിക നികത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും റഷ്യ നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കും എന്ന് പറയുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ്, ഒരുപക്ഷെ വീണ്ടും പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള ഒരാളാണ്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. Definitely, it is a serious matter. ട്രംപിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത സാൻഡി ജോർജ് പറഞ്ഞതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നോർത്ത് അമേരിക്കൻ ട്രീറ്റി ഓർഗനൈസേഷൻ നേറ്റോ, അതൊരു 31 ഡിഫറെന്റ് കൺട്രീസിന്റെ ഒരു കൊളാബറേഷൻ ആണ്. അപ്പം ഈ ഒരു രാജ്യങ്ങളിൽ അത് ഒരു ഈ ഒരു ടീം ഓഫ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ടുഗദർ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിനെയാണ്. അപ്പോൾ അത് ഈ ട്രംപ് ഈസ് എ ബിസിനസ് മാൻ, യുനോ, വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ലോക റിച്ചസ്റ്റ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലീസ് നോക്കുകയാണെങ്കിൽ, അതുപോലെ സ്മാർട്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഐവി ലീഗിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഹി ഈസ് വില്ലിംഗ് ടു ഗേവ് മണി ഫോർ നേറ്റോയുടെ ഡിഫൻസിന് വേണ്ടി ക്യാഷ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. യുനോ, എവറിബഡി ഷുഡ് ചിപ്പ് ഇൻ. അതിനുശേഷം അതൊരു ലോണായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ക്യാഷ് തരണ്ട, യു ഹാവ് ടു ഗിവ് അസ് വിത്തൗട്ട് ഇൻട്രസ്റ്റ്. കൺട്രി ഒരു നാളില് അത് ഒരു ബെറ്റർ പൊസിഷനിൽ വരുന്ന സമയത്ത് ഗിവ് അസ് അവർ ലോൺ ബാക്ക്. അതാണ് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം ട്രംപിന്റെ പോളിസി എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ്. ഇപ്പം ഏതൊരു പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അവര് രാവിലെ എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കുന്നത് എന്റെ 315 ബില്യൺ മില്യൺ പീപ്പിളിന് ഫുഡ് കൊടുക്കണേ, ഫ്രഷ് എയർ കൊടുക്കണേ, സംരക്ഷണം കൊടുക്കണേ, ബോർഡർ സെക്യൂരിറ്റി കൊടുക്കണേ, അവർക്ക് ജോലി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവരുടെ രാജ്യത്തെ കുറിച്ച്. അതിനുശേഷം മാത്രമാണ് മറ്റുള്ള നൈബറിംഗ് കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നെന്നുള്ളത്. ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റില് അതിങ്ങനെ ഒരു സ്റ്റാൻലി ജോർജ് പറഞ്ഞതുപോലെ ഇറ്റ് വാസ് റിയലി ലൈക്ക് എ കാഷ്വൽ കൺവെർസേഷൻ. ഈ ഇടയ്ക്ക് ഒരു മീഡിയ ചോദിച്ചു, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനുമായിട്ട് വാറിൽ ആര് ജയിക്കാനാണ് താങ്കളുടെ ആഗ്രഹം എന്ന്. പുള്ളി പറഞ്ഞു, ആര് ജയിക്കണം ആര് തോൽക്കണം എന്നതില് പ്രസക്തിയില്ല. ഐ വാണ്ട് പീപ്പിൾ ഷുഡ് സ്റ്റോപ്പ് കില്ലിങ്. വാർ അവിടെ നിൽക്കണം. വാർ ഈ മിഷൻ വെച്ച് നിൽക്കുകയല്ല വേണ്ടത്. വാർ ഷുഡ് സ്റ്റോപ്പ് ഇൻ പീപ്പിൾസ് ഹാർട്ട്. അതാണ് ട്രംപ്. എത്രമാത്രം സമാധാനത്തെ ഇഷ്ടപ്പെടുന്നതായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ കോരസൻ പറഞ്ഞു, ഐ വിൽ നോട്ട് വോട്ട് ഫോർ ട്രംപ് എനിമോർ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. ഈ ഒരു രാജ്യം ഇത്രമാത്രം ഡെഫിസിറ്റിലൂടെ പോകുന്നു. ബോർഡേഴ്സ് ആർ റിയലി ടെറബിൾ. ആ ഒരു സിറ്റുവേഷനിൽ ടോം ജോർജ് കോളത്ത് ഒരുപക്ഷെ അതിന് മറ്റു പല കാരണങ്ങളുണ്ടാവും. അതാ ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഈ പറയുന്ന വരാൻ പോകുന്ന മാർച്ച് 25 ഒരു വിചാരണ നേരിടാൻ പോവുകയാണ് ട്രംപ്, അല്ലെങ്കിൽ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി അത്തരത്തിൽ വിചാരണ നേരിടാൻ പോകുന്നു. അതും ഈ പറയുന്ന പോലെ ഒരു മേജർ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷനിലാണ്. അതൊക്കെ ട്രംപിനെതിരെയുള്ള കുറ്റങ്ങളാണ്. അത്തരം ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് വീണ്ടും പ്രസിഡന്റ് ആവാൻ മത്സരിക്കാൻ പോകുന്നത്. അതും ഒരുപക്ഷെ ഇത്തരം അഭിപ്രായങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. Prajesh, in the judiciary or the court system, the lifeblood എന്ന് പറയുന്നത് എവിഡൻസ് ആണ്. വാട്ട് എവിഡൻസ് ഡു ദേ ഹാവ്? അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ പറയുന്ന ഒരു 25 മാർച്ചിന് പറയുന്നത്, ഇദ്ദേഹം ലോൺ എടുക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ആസെറ്റ്സ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു. ആ ലോൺ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു, ലോൺ എടുത്തു, ആ ലോൺ പേ ഓഫ് ചെയ്തു. ഇപ്പം ഇവിടുത്തെ ലോക്കൽ അറ്റോർണി ജനറൽ പറയുന്നത് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചത് വലിയൊരു കുറ്റമായിട്ടാണ്. ബീങ് എ ബിസിനസ് മാൻ, വി ഓൾ ഡു ദ സെയിം തിങ്. കാരണം അത് ഹി ടുക്ക് ദാറ്റ് ലോൺ, ഐ പെയ്ഡ്. അപ്പൊ അതിന്റെ മുകളിലാണ് ചാർജസ്. ഇതുപോലെ സില്ലി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ചെയ്യുന്നതായ കേസസ് ആണ് ഈ കാണുന്ന മുഴുവൻ. യുനോ, ട്രംപ് വിൽ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്. അത് ഈ ഡെമോക്രറ്റ്സിന് സഹിക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് വാട്ട് ദേ ആർ ബ്രിങ്ങിങ് അപ്പ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ചാർജസ്. ടോം, നമ്മൾ കണ്ടതല്ലേ ക്യാപിറ്റോൾ അറ്റാക്ക്? അതിന് പിന്നിലുള്ള കൈകളും ട്രംപിൻ്റെതാണെന്ന് പറയുന്നു. അതിലും ഈ പറയുന്ന കേസുകൾ നിലനിൽക്കുന്നു. അതെല്ലാം വരുന്ന ഈ ഇലക്ഷനിൽ വീണ്ടും ചർച്ചയാകാൻ പോവുകയാണ്. That's so funny. ക്യാപിറ്റൽ അറ്റാക്കില് ട്രംപിന് ഒരു പങ്കുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ട്രംപിന്റെ കൂടെ 81 മില്യൺ പാട്രിയോട്സ്
പുള്ളിയുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാല് ക്യാപിറ്റൽ ബിൽഡിംഗ് പോലും അവിടെ ഉണ്ടാവില്ല. അത്രമാത്രം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തി പറഞ്ഞത് പീസ്ഫുള്ളി കം ഫോർവേഡ് എന്ന് പറഞ്ഞു. ചിലപ്പം അപ്പൊ സെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാല് ഇറ്റ്സ് എ മോബ് ജസ്റ്റ് ഒരു ബിൽഡിങ്ങിനകത്ത് കയറി പോകും. ഇപ്പൊ ഇവിടെ 5th അവന്യൂവിൽ നടന്നിട്ടുള്ള കൊലപാതകവും മറ്റും അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അതിനകത്ത് കയറിപ്പോയതാണ് ഏറ്റവും വലിയൊരു കുറ്റം. ട്രംപ് വാസ് നോട്ട് അറ്റ് ഓൾ റെസ്പോൺസിബിൾ ഫോർ ദ ക്യാപിറ്റൽ ഓൺ January 6th. അതാണ് ദാറ്റ്സ് വാട്ട് മൈ ഒപ്പീനിയൻ. ദാറ്റ്സ് ദ ട്രൂത്ത്. വർഗീസ് കൊറസൻ, ഇതാണ് റിപ്പബ്ലിക്കൻസിന്റെ മറുപടി. ഈ പറയുന്ന അലിഗേഷൻസ് എല്ലാം അത് വെറും അലിഗേഷൻസ് ആയി മാത്രം നിൽക്കുന്നു. കൃത്യമായി അത് കോടതിയിൽ പോലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ല എന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഒപ്പം നേരത്തെ നടത്തിയ ഈ പറയുന്ന എന്താണ് പറയുക, റഷ്യയെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പരാമർശം അത് വെറും ഒരു ഫണ്ണി ടോക്ക് ആയിരുന്നു. അത് ഒരു ഭംഗി നിറയേണ്ട ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ റിപ്പബ്ലിക്കൻസിന്റെ ഇടയിൽ ട്രംപിനുണ്ടാകുന്ന മുൻതൂക്കം അല്ലെങ്കിൽ ട്രംപിനുണ്ടാകുന്ന സപ്പോർട്ട് അതിങ്ങനെ ഏറി വരികയാണ്. മറ്റാരും എവിടെയും എത്തുന്നില്ല. അടുത്ത റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ട്രംപ് മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്തുകൊണ്ട് അത്രമാത്രം പിന്തുണ, ഇത്രമാത്രം അലിഗേഷൻസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് ട്രംപിന് പിന്തുണ ഏറുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ട്രംപിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും. പക്ഷേ ഇതൊരു തമാശയായിട്ട് അദ്ദേഹം ഒരു തമാശ പറഞ്ഞായിട്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നു. കാരണം ഒരു തമാശ പറയേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം ലോകത്തിലും അമേരിക്കയിലും ഉള്ളത്. ടോം മുമ്പ് പറഞ്ഞതുപോലെ January 6th പൂർണ്ണ ഉത്തരവാദിത്വം ട്രംപ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് വിശ്വസിക്കാനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അതിന്റെ ഹിയറിംഗ് മുഴുവൻ നമ്മൾ ഫോളോ ചെയ്ത. അപ്പൊ അതിനകത്ത് ആ ഒരു ട്രംപ് എന്നുള്ള ഫാക്ടർ അല്ലാതെ January 6 എന്നുള്ള ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു ഭരണാധികാരി എപ്പോഴും വിവരമുള്ളവനായിരിക്കണം, നന്മയും ചിന്തയുമുള്ള ഒരു മനുഷ്യസ്നേഹിയായിരിക്കണം. ഇതൊന്നും ഒരു ക്വാളിറ്റി ട്രംപില് ഞാൻ കാണുന്നില്ല. പക്ഷെ ട്രംപ് സ്റ്റാൻഡ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ അമേരിക്കൻ വൈറ്റ് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ അങ്ങനെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ വോട്ടുകൾക്ക് ഉറപ്പിക്കാനായിട്ടുള്ള ഓരോ സംഗതികൾ അദ്ദേഹം ഇട്ടുകൊടുക്കുക ചെയ്യുന്നത്. ഏത് സംഗതിയുടെയും ഒരു സംവിധാനത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രമാണം ട്രസ്റ്റാണ്, ട്രസ്റ്റ് വർത്തിനെസ്. നിങ്ങളെല്ലാം ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ എവിടെ ജോലി ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു ട്രസ്റ്റ്നെസ് ഉണ്ടാകണം. നമ്മൾ ഒരു കാര്യം പറയുമ്പോഴും ഒരിക്കലും അതിന് പിടിച്ചു നിൽക്കാതെ വീണ്ടും കള്ളം പറഞ്ഞ് വീണ്ടും കള്ളം തന്നെ 10 പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നത്. ഇന്ത്യയിലും വിചിത്രമല്ല, പക്ഷെ അമേരിക്കയിൽ നമ്മൾ പ്രകടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടു ബിൽഡ് ട്രസ്റ്റ് ഈസ് ടു ബിൽഡ് ഇറ്റ് വിത്ത് ഹയർ മോട്ടീവ്സ്. ഈ ട്രംപിന്റെ ഈ 4 വർഷത്തെ ഭരണകാലത്ത് ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ നമുക്കറിയാം. കാരണം വീണ്ടും കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ ഫോളോ ചെയ്തു ഒരു പരിധി വരെ അദ്ദേഹത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റുന്ന ഒരു അമേരിക്കൻ ഒരു ഹ്യൂമാനിസ്റ്റ് അല്ല. നോക്കുക, അങ്ങനെ ഒരു കമ്പാരിസൺ വരികയാണ്. അതിനുശേഷം വന്ന ബൈഡൻ ഗവൺമെന്റ് നോക്കുക, ഒരുപക്ഷെ ട്രംപിന് സഹിക്കുന്നതിനേക്കാൾ വലിയ ചലഞ്ചുകൾ ബൈഡന്റെ ഭരണകാലത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഒന്ന് ഈ യുക്രൈൻ വാറാണ്, യുക്രൈൻ-റഷ്യ വാറാണ്, മറ്റൊന്ന് പശ്ചിമേഷ്യൻ സംഘർഷമാണ്. ഇവിടെയൊന്നും അമേരിക്ക കൃത്യമായൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ്, അത് നിലനിൽക്കുന്നതുമാണ്. പക്ഷെ അത് ഞാൻ കണ്ടസ്റ്റ് ചെയ്യാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് യുക്രൈൻ വാറിൽ ഒരു അമേരിക്കൻ ബ്ലഡും ഒരു പൊടി അമേരിക്കൻ ബ്ലഡ് പോലും ഷെഡ് ചെയ്തിട്ടില്ല. ഇത്രയും വലിയൊരു പ്രൊവൊക്കേഷൻ ഉണ്ടായിട്ട് ഇന്ന് ലോകത്തില് അമേരിക്കയുടെ നഷ്ടം വരാതെ സാമ്പത്തികമായിട്ട് ഇടപെടുകയും യുക്രൈനെയും ഇസ്രായേലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ ഒരു ലോജിക്കായിട്ടുള്ള ഒരു പ്രായപൂർത്തിയുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടമല്ല വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വളരെ തന്മയത്തോട്ടുള്ള ഒരു മെച്യൂർ ലീഡർഷിപ്പാണ് ഇപ്പോൾ. അതുപോലെ ഇൻഫ്ലേഷൻ, ഇന്ന് ലോകം എല്ലാ രാജ്യങ്ങളും യൂറോപ്പും കൊടികുത്തി വാഴുകയാണ്. ഇൻഫ്ലേഷനിലോട്ട് മാറുമ്പോൾ ഇൻഫ്ലേഷനെ ടീം ചെയ്ത് ഈ ബൈഡന്റെ ഈ അവസ്ഥ അതിന്റെ ക്രെഡിറ്റ് ബൈഡന് മാത്രം അവകാശപ്പെട്ടാണ്. സ്റ്റാൻലി ജോർജ് നോക്കുക, ഇത് ഇപ്പോൾ വർഗീസ് കൊറസൻ പറഞ്ഞത് ഈ രീതിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഭരണം നോക്കുകയാണെങ്കിൽ അത് ബൈഡന്റെ ഭരണം അത് മുന്നിട്ട് നിൽക്കുന്നു ട്രംപിനേക്കാൾ എന്ന് പല രീതികളിൽ പല ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അതിനെ പറയുന്നുണ്ട് ശ്രീ വർഗീസ് കൊറസൻ. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്
നോക്കുക, ഇനിയിപ്പോൾ അടുത്ത ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ ട്രംപ് പ്രസിഡന്റായി വരികയാണെങ്കിൽ ഈ പറയുന്ന നേറ്റോ സഖ്യസേന അല്ലെങ്കിൽ നേറ്റോ എന്ന് പറയുന്ന ഈ പറയുന്നൊരു അലയൻസ് അത് ഈ രീതിയിൽ തന്നെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെ കരുതാൻ കഴിയുമോ? നേറ്റോ സഖ്യസേന എന്നും ഇത്ര ശക്തമായിട്ട് നിലനിൽക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം അത് റിപ്പബ്ലിക്കൻ പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ളതല്ല, അമേരിക്കയുടെ താല്പര്യമാണ്, അമേരിക്കയുടെ ലക്ഷ്യമാണ്, അമേരിക്കയുടെ അജണ്ടയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ഈ അമേരിക്കൻ ചരിത്രത്തിൽ ഇത്രമാത്രം അമേരിക്കൻ നയതന്ത്രം ലോകമെങ്ങും പരാജയപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇത്ര ദയനീയമായിട്ട് ട്രംപ് പറഞ്ഞ ആ വാക്കുകൾ ഡെമോക്രാറ്റുകൾ അവരുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു അമേരിക്കൻ പ്രസിഡന്റും ചരിത്രത്തിൽ പറയാത്ത കാര്യമാണ് ട്രംപ് പറഞ്ഞത്. എങ്ങനെ പറയുന്നു? ഇറ്റ്സ് ടോട്ടലി ഡേഞ്ചറസ് എന്നാണ് ബൈഡൻ പറഞ്ഞ വാക്ക്. അല്ല, അതെ, ഈ പറയുന്ന ബൈഡനെ കുറിച്ച് തന്നെ പറയാം. പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഉക്രൈൻ വാർ ഉണ്ടാകില്ലായിരുന്നു. ഉക്രൈൻ വാർ തടയാൻ അമേരിക്ക പ്രയാസം കഴിയുമായിരുന്നു. അതിനുള്ള നയതന്ത്രം അമേരിക്കയ്ക്കുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള അജണ്ട ഇല്ല. അതാണ് സംഭവിച്ചത്. കാരണം പ്രസിഡന്റ് പുടിൻ അനേക മാസക്കാലം അമേരിക്കയുടെ ഒരു വാക്കിന് വേണ്ടി, അതായത് ഉക്രൈനെ നേറ്റോയിൽ അംഗമാക്കില്ല എന്നൊരു ഉറപ്പ് അമേരിക്ക എന്ന് കൊടുക്കുന്നു അന്ന് യുദ്ധത്തിന്റെ പ്ലാൻ അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറായിരുന്നു. 3 മാസത്തോളം കാത്തിരുന്നു. അമേരിക്കൻ ഗവൺമെന്റ്, ഈ സർക്കാർ അതിന് യാതൊരു വിധത്തിലുള്ള ശ്രമം നടത്തിയില്ല, ആ നയതന്ത്രം ഉപയോഗിച്ചില്ല. കാരണം യുദ്ധക്കുതിനായ ഒരു പ്രസിഡന്റ് എന്ന നിലയിലാണ് ഞാൻ പ്രസിഡന്റ് ബൈഡനെ കാണുന്നത്. കാരണം അനേക പ്രസിഡന്റുമാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, യുദ്ധക്കുതിയന്മാർ. അവർ യുദ്ധം നടത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അമേരിക്കയ്ക്ക് എന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ എനിക്കറിയില്ല. ഏതായാലും ട്രംപിനേക്കാൾ മികച്ച ഭരണാധികാരിയാണ് ബൈഡൻ എന്ന് പറയുന്നത് പുടിനാണ്. കഴിഞ്ഞ ദിവസം പുടിൻ പറയുകയാണ് ട്രംപിനേക്കാൾ എത്രയോ മികച്ചവനാണ് ബൈഡൻ എന്ന് പറയുന്നത് പുടിൻ. എന്തുകൊണ്ടായിരിക്കും? അല്ലാതെ സംഭവിക്കാമല്ലോ. പുടിനും പറയും, പ്രസിഡന്റ് ഷീയും പറയും. കാരണം ചൈനയും റഷ്യയുമായിട്ടുള്ള ബൈഡന്റെ അരനൂറ്റാണ്ടിന്റെ ബന്ധം, അവരുമായിട്ടുള്ള സൗഹൃദം, ഉക്രൈൻ, അതൊക്കെ തീർച്ചയായിട്ടും ബൈഡന് ഗുണപരമായ തീരും. തീർച്ചയായിട്ടും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ബൈഡൻ കുടുംബത്തിലുള്ള ബന്ധം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പുടിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. അത് വളരെ കൃത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അമേരിക്ക ശ്രമിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. അമേരിക്കയുടെ എത്ര ബില്യൺ ഡോളറാണ് ഇവിടെ അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ തൊഴിലില്ലായ്മ കൂട്ടിക്കൊണ്ടിരിക്കുന്നു, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്നു, ഗ്യാസ് പ്രൈസ് തൊട്ട് എല്ലാത്തിനും വിലക്കയറ്റമാണ്. അമേരിക്കൻ ജനത കഷ്ടപ്പെടുക. 3 വർഷം കൊണ്ട് ഇവിടെ അമേരിക്കൻ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അടുത്ത കാലത്തേക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സമയത്താണ് ഇവിടെ ബില്യൺസ് ഓഫ് ബില്യൺസ് ഡോളേഴ്സ് നമ്മൾ യുദ്ധം ഒഴിവാക്കുന്നത്. ആ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക കഴിയുമായിരുന്നു. അപ്പം അമേരിക്ക ലോകമെങ്ങും പരിഹാസപ്പെടുകയാണ്. കാരണം ഇപ്പൊ നേറ്റോ രാജ്യങ്ങൾ തന്നെ അമേരിക്ക മുതലെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അവരുടെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുന്നു, അവർ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നു, അവർ മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയാണ്. അവിടെയാണ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ പ്രതികരണം, അവരുടെ ഏറ്റവും വലിയ ആശങ്ക അവിടെയാണ്. നോക്കുക, ആ രീതിയിൽ വീണ്ടും ഈ പറയുന്ന തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വിവാദമാകുന്നതെന്ന് പറയുന്നു. അത് ഡെമോക്രാറ്റുകൾ അത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഈ പറയുന്ന പോലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പറയുന്നത്. താങ്കളും ഇതേ അനുഭാവിയാണ്. ഞാൻ ചോദിക്കുന്നത്, നോക്കുക, ഇനിയിപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് ട്രംപിനെ തെരഞ്ഞെടുക്കണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പറയുന്നു? അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നോക്കുക, കോവിഡ് കഴിഞ്ഞു വന്ന ശേഷമാണ്, അല്ലെങ്കിൽ ആ കാലത്തിന് ശേഷമാണ്, അതായത് ഈ വലിയ സാമ്പത്തിക മാന്ദ്യവും വലിയ പ്രതിസന്ധിയും ഒക്കെ എല്ലാ രാജ്യങ്ങളും ഉണ്ടായത്. അവിടെ നിന്നും വീണ്ടും കരകയറി വരികയാണ്. അത് ബൈഡന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയായിരുന്നു. അതിങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് വന്ന 2 വലിയ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പം വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് ബൈഡൻ രാജ്യം ഭരിക്കുന്നത് എന്നതുകൂടി കണക്കിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ട്രംപിനെ വീണ്ടും പ്രസിഡന്റ് ആക്കണമെന്ന് റിപ്പബ്ലിക്കൻകാർ വാദിക്കുന്നത്? പ്രധാനമായിട്ട് ഞാനിപ്പോഴും ഓർക്കുകയായിരുന്നു, there is a movie called A Free Good Man എന്ന് ടോം ക്രൂസും ജാക്ക് നിക്കൽസനും അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, യു ക്യാൻ നോട്ട് ഹാൻഡിൽ ദ ട്രൂത്ത്. ട്രംപ് സത്യം തുറന്നു പറയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ കോരസൻ തന്നെ പറഞ്ഞു, അപ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് വി ക്യാൻ അക്സെപ്റ്റ് ട്രംപ് എന്ന്. അതൊരു ഫെറഡിയൻ സ്ലിപ്പാണ്. പക്ഷെ ഐ ഡോണ്ട് വോട്ട് ഫോർ ഹിം. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്നതായ പല ഡെമോക്രറ്റ്സിനും അനുഭവം. I like Trump, but I don't vote for him. That is not justifying their position. ഇവിടെ ഇപ്പം ഈ രാജ്യം എന്തുകൊണ്ടാണ് ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് നോക്ക്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ട്രാഫിക് ലോ ഉണ്ടായിരുന്നു, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നായിരുന്നു ട്രാഫിക് ലോ. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയാമോ? ഡോണ്ട് ഡ്രിങ്ക് വൈൽ യു ആർ ഹൈ. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ നമ്മളിങ്ങനെ, ഞാൻ സ്മോക്ക് ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ അതിലേക്കൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് കിക്ക്, വി ഗെറ്റ് ഹൈ.
അത്രയും വൃത്തികെട്ട ഒരു രീതിയിലാണ് ഈ രാജ്യം ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റി. ബോർഡേഴ്സ്, നോ ബോർഡേഴ്സ് മീൻസ് ഓപ്പൺ ബോർഡേഴ്സ് മീൻസ് നോ ബോർഡേഴ്സ്. ബോർഡേഴ്സ് തുറന്നു വിട്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇത്രയും കാലം സ്പാനിഷ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സിന് ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു ഇവരോട് സംസാരിക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പം ആ ട്രാൻസ്ലേറ്റേഴ്സിനൊന്നും ജോലിയില്ല. കാരണം എന്താണെന്ന് അറിയാം, അതിൽ കയറി വരുന്ന മുഴുവൻ ചൈനീസ് ആണ്, കയറി വരുന്ന മുഴുവൻ അറബി സംസാരിക്കുന്ന ആൾക്കാരാണ്. അവര് വന്ന് ഈ രാജ്യത്ത് കയറുന്ന സമയത്ത് ദ നാഷണൽ സെക്യൂരിറ്റി, അപ്പം അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പ്രസിഡന്റ് ആണ് ട്രംപ്. നാഷണൽ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ബോർഡർ തുറന്നു വിടുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈഡിലോ ബംഗ്ലാദേശ് സൈഡിലോ പീപ്പിൾ വിൽ റിയലി കം ടു അവർ കൺട്രി. അതുപോലെ ഇത്രയും ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയില് ഈ എനിമീസ് കയറി വരാനുള്ള ഒരു വലിയൊരു അവസരമാണ്. സോ ദ പീപ്പിൾ ഓഫ് അമേരിക്ക റിയലൈസ് ദാറ്റ് അമേരിക്കയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ പ്രസിഡന്റ് ട്രംപ് മാത്രമായിരിക്കും എന്നാണ്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഓണത്തിനൊക്കെ സാധാരണ പറയാറില്ലേ, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതുപോലെ ട്രംപ് വന്നിരുന്ന കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. US മാത്രമല്ല, ലോക സമാധാനം വീണ്ടെടുക്കുവാൻ ട്രംപിന് കഴിയും. A good leader will always make his enemy as his friend. അതുപോലെ തന്നെ ഈ നോർത്ത് കൊറിയയിലെ കിം ജോൺ, അതുപോലെ തന്നെ പുടിൻ, ഇവരെല്ലാം ഫ്രണ്ട്സ് ആക്കി കൊണ്ടുവരാന് വാറോ അല്ലെങ്കിൽ അമ്നീഷ്യമോ യൂസ് ചെയ്യാതെ ഡിപ്ലോമസിയിലൂടെ അവരെ ഫ്രണ്ട്സ് ആക്കി കൊണ്ടുവരാനാണ് നമ്മുടെ ട്രംപിന് കഴിഞ്ഞത്. ട്രംപ് അമേരിക്കയ്ക്ക് എന്നും ഒരു വലിയൊരു അസറ്റ് ആയിരിക്കും. അതുകൊണ്ട് nobody can even stand for America better than Trump. That's what I believe. That's what they about 85. ശരി, എന്നാലും സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്നാലും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നേറ്റോയ്ക്കെതിരെ, നേറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യം അതൊരു തമാശ രൂപേണ പറഞ്ഞ കാര്യമാണെന്നൊക്കെ വാദിക്കുമ്പോഴും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിൽ എന്തൊക്കെ പ്രതികരണങ്ങൾ വരുന്നു, പ്രധാനമായും നേറ്റോയിലെ മറ്റ് അംഗരാജ്യങ്ങൾ ഏത് രീതിയിൽ അതിനെ കാണുന്നു, അവരെങ്ങനെ പ്രതികരിക്കുന്നത് ശ്രദ്ധേയമാവും. ഒപ്പം അത് എങ്ങനെയായിരിക്കും വരുന്ന ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു അധ്യായവുമായി ഇനി വീണ്ടും കാണാം അടുത്തയാഴ്ച. നമസ്കാരം.